ഹായോ, നമുക്കറിയാം കേരള PSC വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ എക്സാമുകൾ നടത്തി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതിലും റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതിലും വളരെ വേഗത്തിലാണ് എന്നതിൻ്റെ ഏറ്റവും പുതിയൊരു തെളിവ് കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് നടന്ന മീറ്റർ റീഡർ എക്സാമിനേഷന്റെ റാങ്ക് ലിസ്റ്റ് ഓൾറെഡി റിസൾട്ട് കേരള PSC പബ്ലിഷ് ചെയ്തിരിക്കുന്നു. മെക്കാനിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ട ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു റിസൾട്ട് ആയിരുന്നു. ഇത്തവണയും എയ്ഡസ് അക്കാഡമിക്ക് 94 പേരുള്ള ലിസ്റ്റിൽ നിന്ന് 20ഓളം ഉദ്യോഗാർത്ഥികളെ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞു എന്നത് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ്. അതിൽ തന്നെ പ്രധാനപ്പെട്ട 3, 4 തുടങ്ങിയ ഉയർന്ന റാങ്കുകളും എയ്ഡസ് അക്കാഡമിയുടെ റാങ്ക് ലിസ്റ്റിൽ തന്നെ വരുന്നതാണ്. അപ്പോൾ ഏതൊരു മെക്കാനിക്കൽ ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിച്ചു അല്ലെങ്കിൽ പഠിക്കാൻ തുടങ്ങി എന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മുമ്പിലേക്ക് നിരന്തരമായ ഒരു അവസരങ്ങളുടെ ഒരു ഒഴുക്ക് തന്നെ ഉണ്ടാകുന്നു എന്നുള്ളത് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. കാരണം ഒരു ഓപ്പർച്യൂണിറ്റി മാത്രമല്ല നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ വന്നുപോയത്. ഇപ്പോൾ ഈ ഒരു എക്സാമിനേഷൻ റിസൾട്ട് വന്നു നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ മുമ്പിലേക്ക് മെക്കാനിക്കൽ സ്ട്രീമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 3 എക്സാമുകൾ നോട്ടിഫിക്കേഷൻ കാത്തിരിക്കുകയാണ്. ഇതിനോടകം തന്നെ നമുക്കറിയാം പല എക്സാമുകളുടെയും റിസൾട്ട് വന്നു കഴിഞ്ഞു. അപ്പോൾ പഠിക്കാൻ ഒരു ഗവൺമെന്റ് എക്സാമിനേഷനായിട്ട് തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ധാരണയോടുകൂടി പഠിച്ചു തുടങ്ങിയാൽ ഒരു സർക്കാർ ജോലിയിലേക്ക് എത്തുവാനുള്ള അവസരം വളരെ കൂടുതലാണ്. മാത്രമല്ല, ഒരു ടെക്നിക്കൽ PSC എക്സാമിനേഷനിലേക്ക് എത്തുമ്പോൾ ഇവിടെ റാങ്ക് മത്സരാർത്ഥികളുടെ എണ്ണം റാങ്ക് ലിസ്റ്റിൽ വരുന്നതും അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികളുടെ എണ്ണവും കമ്പാരിറ്റീവ്ലി കുറവാണ് എന്ന് കാണാൻ കഴിയും. അതായത് ജനറൽ PSC അപേക്ഷ നോക്കുമ്പോൾ റാങ്ക് ലിസ്റ്റിലേക്ക് വരുന്ന ഉദ്യോഗാർത്ഥികൾ വെച്ച് കമ്പയർ ചെയ്യുകയും എന്നാൽ അതേസമയം തന്നെ അപേക്ഷകരുടെ എണ്ണം നോക്കുമ്പോൾ, അതായത് ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ എഴുതുമ്പോൾ അതിൽ നിന്ന് 200 അല്ലെങ്കിൽ 100 പേരൊക്കെയാണ് പലപ്പോഴും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുകയും പ്ലേസ്മെന്റ് ആവുകയും ചെയ്യുന്നത്. ഇവിടെ ആയിരങ്ങൾ മാത്രം അപേക്ഷിച്ച് എക്സാം എഴുതി റാങ്ക് ലിസ്റ്റിൽ 94, 100, 180 പേരൊക്കെ ലിസ്റ്റിൽ ഉൾപ്പെടുകയും മറിച്ച് അതിൽ നിന്ന് തന്നെ നിയമനം നടക്കുകയും ചെയ്യുന്നു എന്നുള്ളിടത്താണ് ഈ ഒരു ടെക്നിക്കൽ PSC എക്സാമിനേഷന് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പോൾ ഈ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾ ഉപയോഗിക്കുന്നതിനാണ് നിങ്ങളുടെ മുമ്പിൽ ധാരാളം എക്സാമുകൾ ഇപ്പോൾ തന്നെ ബാക്കി നിൽക്കുകയാണ്. മെക്കാനിക്കൽ സ്ട്രീമിൽ തന്നെ ഡിപ്ലോമ യോഗ്യതയുള്ളവർക്ക് വരാൻ പോകുന്ന ഏറ്റവും ആകർഷകമായ ഒരു പോസ്റ്റാണ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിന്റെ നോട്ടിഫിക്കേഷൻ വന്ന് ലൈവായിട്ട് നിൽക്കുകയാണ്. അതിലിപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. അതിന്റെ യോഗ്യത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമൊബൈൽ മേഖലയിലോ മെക്കാനിക്കൽ മേഖലയിലോ നേടിയിരിക്കുന്ന അടിസ്ഥാന ഡിപ്ലോമയും പ്ലസ് ഹെവി ലൈസൻസുമാണ് നിങ്ങൾക്ക് വേണ്ട യോഗ്യത. ഇതുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇതുപോലെ തന്നെ IT നിലവാരത്തിൽ വന്നിരിക്കുന്ന മറ്റൊരു നോട്ടിഫിക്കേഷനാണ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ബ്ലാക്ക് സ്മിത്ത് ഗ്രേഡ് 2 എന്ന് പറയുന്ന തസ്തിക. അതുപോലെ തന്നെ മറ്റൊരു പോസ്റ്റാണ് പോളി ലെക്ചർ എന്ന് പറയുന്ന പോസ്റ്റ്. BTech, MTech ബിരുദധാരികൾക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത്. ഇനി ഡിപ്ലോമക്കാർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഒന്നാണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ്. ഇവയൊക്കെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മെക്കാനിക്കൽ സ്ട്രീമിലുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മുമ്പിലുള്ള എക്സാം ആണ്. ഇപ്പോൾ ഞാൻ ഓർത്ത് പറഞ്ഞപ്പോൾ തന്നെ ഏതാണ്ട് 4 തസ്തികകളുണ്ട്. ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷനും ഇത്തരത്തിൽ തന്നെ വരുന്നതാണ്. അപ്പൊ നമ്മളൊരു ജോലിക്കായിട്ട് തയ്യാറെടുപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നമുക്കൊരു ജോലി മതി. അതുപോലെ തന്നെ മത്സരിക്കുന്ന എല്ലാവർക്കും ഒരു ജോലി മതി. അപ്പം സ്വാഭാവികമായിട്ടും എവിടെയെങ്കിലും പ്ലേസ്ഡ് ആണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഓരോരോ മേഖലയിലേക്ക് പ്ലേസ്ഡ് ആവും. കാരണം വ്യത്യസ്ത നോട്ടിഫിക്കേഷനുകളിലെല്ലാം കൂടി വരുന്ന അഗ്രിഗേറ്റ് വേക്കൻസികൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു വലിയ നമ്പർ ഓഫ് വേക്കൻസി വരും. അപ്പോൾ ഒരു BTech യോഗ്യതയുള്ള ഒരാൾ അല്ലെങ്കിൽ ITI യോഗ്യതയുള്ള ഒരാൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ITI യോഗ്യതയുള്ള നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ BTechക്കാരുണ്ടെങ്കിൽ പോലും അവർക്ക് BTech ലെവലിലെ നിയമനം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ അങ്ങോട്ട് പോവുകയും നിങ്ങൾക്ക് അവിടെ പ്ലേസ്മെന്റ് വരികയും ചെയ്യും. അതുകൊണ്ട് ഇതിനെ ഓർത്തോ അല്ലെങ്കിൽ BTechക്കാർ എഴുതുന്നു എന്നതിനെ ഓർത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവസരം കിട്ടുന്നില്ല എന്ന് ഓർത്തോ ഒന്നും നിങ്ങൾ തയ്യാറെടുക്കാതിരിക്കുകയോ പഠിക്കാതിരിക്കുകയോ ചെയ്യരുത്. നിങ്ങളുടെ പഠനം കൃത്യമായിട്ട് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുക. അപ്പൊ നിങ്ങളുടെ മുമ്പിൽ ധാരാളം എക്സാമുകളുണ്ട്. അപ്പം മെക്കാനിക്കൽ സ്ട്രീമുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ പോകുന്ന മേജർ എക്സാമുകളെ പറ്റി അറിയുന്നതിനും അവരുടെ പഠനം കൃത്യമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനുമായിട്ട് താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പഠനം ശരിയായ ദിശയിൽ എത്തിക്കുന്നതിനും കോഴ്സുകളുടെ വിശദവിവരങ്ങൾ അറിയാനോ നിങ്ങളെ സഹായിക്കും. അതുപോലെ തന്നെ ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാ ഉദ്യോഗാർത്ഥികളും ആശംസകൾ അറിയിക്കുകയാണ്. നിങ്ങൾക്ക് ഇനിയും ധാരാളം ഗവൺമെന്റ് ജോലികളിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണാം. ഗുഡ് ബൈ.